ശശി തരൂരിനെ കൂകി വിളിച്ചു പാർട്ടി പ്രവർത്തകർ. ബാലരാമപുരം ആലമുക്കിൽ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് തരൂരിനെ വളഞ്ഞിട്ട് കൂകിയത്. വോട്ട് തരില്ലെന്ന് ആക്രോശിച്ച് പ്രവർത്തകർ രംഗത്തെത്തി. ശാലിനി തീർന്നു വിവരങ്ങളുമായിട്ട്. ശാലിനി, എന്തായാലും ഈ 15 വർഷമായിട്ട് വികസനം എത്താത്തതിൽ മണ്ഡലത്തിലെ സ്ത്രീകളടക്കമുള്ളവരാണിപ്പോൾ ശശി തരൂരിനെതിരെ ജനരോക്ഷവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. രജനി, അത് തന്നെയാണ് ഈ മണ്ഡല പര്യടനങ്ങൾ, ഒപ്പം തന്നെ ഓരോ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള റോഡ് ഷോ രണ്ടാം ഘട്ടം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ശശി തരൂർ നിലവിലെ സിറ്റിംഗ് MP നെയ്യാറ്റിൻകര ബാലരാമപുരം മേഖലകളിൽ വോട്ടഭ്യർത്ഥിച്ചെത്തിയത്. അവിടെയാണ് പൊതുവായി പ്രവർത്തകർക്കിടയിലുള്ള വികാരം അത് കൂകി വിളിച്ചുകൊണ്ട് പുറത്തു വരുന്നൊരു സാഹചര്യം കൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ വനിതാ പ്രവർത്തകർ, പാർട്ടിക്കുള്ളിൽ തന്നെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവരാണ് കൂകി വിളിച്ചത്. ആലമുക്ക് എന്ന് പറയുന്ന ബാലരാമപുരം മേഖലയിലാണ് ഇത്തരത്തിൽ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ശശി തരൂരിന് നേരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആക്രോശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. പിന്നാലെ വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയ തരൂരിന് നേരെ ഷോളുകൾ എറിഞ്ഞുകൊണ്ട് വോട്ട് തരില്ല എന്ന് പ്രവർത്തകർ ആക്രോശിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്നടക്കം നമുക്കത് വ്യക്തമായി കാണുകയും ചെയ്യാം. ഇത് 4ാം തവണയാണ് ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. എന്നാൽ തരൂരിന് മുൻ വർഷങ്ങളിൽ ലഭിച്ച സ്വീകാര്യത ഇത്തവണ ഇല്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നതോടുകൂടി നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ പോലും തരൂരിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കഴിഞ്ഞ 15 വർഷമായി മണ്ഡലത്തിൽ യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനോ ജനങ്ങളെ ക്ഷണിക്കാനോ ശശി തരൂർ തയ്യാറായിട്ടില്ല എന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ ജനരോക്ഷം ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമടക്കം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതും അതുതന്നെയാണ്. ശശി തരൂരിനെ സമീപിക്കാനോ ഒരു കാര്യം പറയാൻ അവിടെ എത്താനോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാനോ ഉള്ള സാമാന്യ മര്യാദ അദ്ദേഹം കാണിക്കാറില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അദ്ദേഹം ചെവി കൊടുക്കാറില്ല എന്നുള്ള രൂക്ഷ വിമർശനം പാർട്ടി വിട്ട് പുറത്തേക്ക് വരുന്നവരടക്കം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേതാവിനെ തങ്ങൾക്ക് മതി എന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുകാർ പറയുന്നത്, ബാലരാമപുരത്തുകാർ പറയുന്നത്. സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് ശശി തരൂരിനെ കൂകി വിളിച്ചിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.